നമുക്ക് ഇന്നത്തെ വചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ ഇതുവരെ നമ്മൾ അതിൻ്റെ 5 അധ്യായങ്ങളാണ് ചിന്തിച്ച് കഴിഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5 അധ്യായങ്ങൾ നമുക്ക് ഇതിനകം ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് സമ്പൂർണമായ ഒരു പഠനം എന്ന് അവകാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഒരു ധ്യാനം പോലെ ഇവിടെ പറയുക മാത്രമാണ് ചെയ്യുന്നത്. ആ പുസ്തകം പഠിക്കുമ്പോഴും പഠിക്കുന്നതിനും ആ പുസ്തകത്തെക്കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും സഹായകരമായ നിലയിലുള്ള ഒരു പഠനം എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് നിവൃത്തിയുള്ളൂ. അങ്ങനെ ഇതുവരെയും നമുക്ക് തുടരുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇവിടെയുള്ള നിങ്ങളെല്ലാവരും വന്ന് അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിലും വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇനി മുഖവുര പറഞ്ഞ് അധികം ദീർഘിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒരു പഠനം കൂടെ ഇതിനകത്ത് നടത്തേണ്ടി വന്നു. അത് ഒരുപക്ഷെ ചിലർക്ക് തോന്നും, വെളിപ്പാട് പുസ്തക പഠനത്തിനിടയിൽ 70 ആഴ്ചവട്ടം എന്നുള്ള വിഷയത്തെ എന്തിനാണ് കുത്തിക്കടത്തിയത്, ഇതിനകത്ത് എന്തിനാണ് അങ്ങനെ ഒരു വിഷയം ചേർത്ത് പഠിക്കാനായിട്ട് ദിവസങ്ങൾ എടുത്തതെന്ന് പക്ഷേ ചിന്തിച്ചേക്കാം. 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ചവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 70 ആഴ്ചവട്ടം നമ്മൾ പഠിച്ചപ്പോൾ ആ 70 ആഴ്ചവട്ടത്തെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 1 7 ആഴ്ചവട്ടം, 2 62 ആഴ്ചവട്ടം, 3 1 ആഴ്ചവട്ടം. അങ്ങനെ 7, 62, 1, 3 ചേർത്ത് 70. അതിൽ ആദ്യത്തെ 2 ചേർത്ത് 69 ആഴ്ചവട്ടമാണ്. ആ 69 ആഴ്ചവട്ടം നിറവേറി കഴിഞ്ഞു. അത് ഈ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗത്തിൽ നടന്നു കഴിഞ്ഞു. ഇനി 69 കഴിഞ്ഞപ്പോൾ ഇനി ഏതാ നടക്കേണ്ടത്? 70. പക്ഷേ 70 ആരംഭിച്ചില്ല. അതെന്താ അങ്ങനെ ആരംഭിക്കാത്തത്? 69 കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ ഏതാ 70ആണ്. പിന്നെ എന്താ 70 ആരംഭിക്കാത്തത്? ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണേ. അതായത് 1, 2, 3, 4 എന്ന് തുടങ്ങി ഈ ആഴ്ചകൾ ഇങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ 69 ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു. നമ്മൾ കേട്ടതുപോലെ 483 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 70ാമത്തെ ആഴ്ചവട്ടം തുടങ്ങാനായിട്ട് ഒരു തടസ്സമുണ്ട്. ആ തടസ്സമെന്ന് പറയുന്നത് 69 കഴിഞ്ഞാൽ 70 തുടങ്ങുന്നതിന് ഇടയ്ക്കൊരു എന്ത് കാലമുണ്ട്? ഒരു ഇടവേള കാലം. അതിനെ ഗ്യാപ്പ് പീരീഡ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ഗ്യാപ്പ് പീരീഡിലാണ്. മനസ്സിലായോ? ആ ഗ്യാപ്പ് പീരീഡിനെ നമ്മൾ കൃപായുഗം എന്ന് വിളിക്കുന്നു. ആ കൃപായുഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 2000-ൽ പരം വർഷമായി. ഇനി എത്ര കാലം ഈ കൃപായുഗം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ആർക്കും പ്രവചിച്ച് പറയാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ട ഒരു രഹസ്യ വിഷയമാണ്. അത് എന്ന് തീരുമോ അന്ന് ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സഭ മാറ്റപ്പെടും, സ്വർഗത്തിൽ എടുക്കപ്പെടും. അങ്ങനെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നടന്നുകൊണ്ടിരുന്ന 69 അങ്ങനെ നിൽക്കുകയാണല്ലോ. പിന്നെ ഈ ഗ്യാപ്പ് പീരീഡ് കഴിഞ്ഞ് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 69ൻ്റെ കൂടെ ആരംഭിക്കുന്നു? 70 ആരംഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ കാര്യങ്ങൾ തടസ്സം കൂടാതെ പിന്നെ അങ്ങ് തുടരും. ആ തുടരുന്ന വിഷയമാണ് ഈ 6 മുതലുള്ള അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ ഈ 6 മുതലുള്ള അധ്യായത്തിൽ പറയുന്ന ഈ ഭാഗത്തിന് പൊതുവെ ഒരു പേര് പറയാറുണ്ട്. എന്നതാണ് ആ പേരെന്നറിയാമോ? മഹാപീഡനകാലം. എന്തോന്ന് കാലം? മഹാപീഡനകാലം. കൃപായുഗം കഴിഞ്ഞാൽ അടുത്ത യുഗം ആരംഭിക്കുന്നത് പീഡനയുഗമാണ്. എന്തോന്ന് യുഗം? പീഡനയുഗം. പീഡനയുഗം കഴിഞ്ഞാൽ അടുത്തൊരു യുഗം ആരംഭിക്കുന്നു, സഹസ്രാബ്ദ യുഗം.
ഈ 3 യുഗങ്ങളും വളരെ ഹൃദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി സ്മൃതി പദത്തിൽ മാഞ്ഞു പോകാതെ നിൽക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ആ 3 യുഗങ്ങൾ? കൃപായുഗം, പീഡനയുഗം, സഹസ്രാബ്ദയുഗം. അതൊക്കെ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പീഡന യുഗത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഈ 6-ാമത്തെ അധ്യായം മുതൽ പറയുന്നത്. അങ്ങനെ ഒരു പീഡന യുഗത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ആ പീഡന യുഗത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ 70-ാമത്തെ ആഴ്ച. അപ്പോൾ 70-ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ അത് എത്ര വർഷമാണ്? ഒരാഴ്ച എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 7 വർഷം. 7 വർഷം. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അപ്പോൾ പീഡനയുഗം എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കുള്ളതാണ്? 70 വർഷത്തേക്കുള്ളതാണ്. ഇതൊക്കെ മനസ്സിൽ മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം നമുക്ക് അതിലേക്ക് ഒന്ന് കിടക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം എടുക്കുന്നവരെ ഒന്ന് ഉത്സാഹത്തോടെ താളുകളൊക്കെ മറിച്ച് കിട്ടുന്ന ആളങ്ങ് പെട്ടെന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 21-ാമത്തെ വാക്യം. കണ്ടോ? ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം. ഏത്? ഈ മഹാപീഡനം എന്ന് പറയും. ആ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന ആ വിഷയങ്ങളൊന്ന് ഓർത്തു നോക്ക്. ലോകം ഉണ്ടായത് മുതൽ ഈ സംഭവിക്കുന്നത് വരെയുള്ള ഈ സുദീർഘമായ കാലത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത, അതിന് ഇങ്ങനെ ഒരു പീഡനകാലം കഴിഞ്ഞും സംഭവിക്കത്തില്ലെന്നാണ്. അങ്ങനെ ഒരു പ്രത്യേകമായ പീഡനമാണ്. അതെന്തോന്ന് പീഡനം? അതുകൊണ്ടാണ് അതിനെ എന്ത് പീഡനം എന്ന് പറയുന്നത്? മഹാപീഡനം. ഇനിയും നോക്കണേ, അതിൻ്റെ 29-30 വാക്യം. 29-30 വാക്യം. ആ കാലത്തിലെ കഷ്ടം, എന്ന് പറഞ്ഞ ആ മേൽപ്പറഞ്ഞ 7 വർഷത്തെ കഷ്ടം കഴിഞ്ഞ ഉടനെ പ്രലപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൽ പറയുന്നത് ആ കഷ്ടകാലം തീരുന്നതോടുകൂടെ തീരുന്ന മുറയ്ക്ക് ആര് വരുമെന്നാണ്? ആര് വരും? കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. അതിനെയാണ് നമ്മളൊരു വാക്കുകൊണ്ട് പറയുന്നത് മഹത്വ പ്രത്യക്ഷത. അപ്പോൾ അതിന് മുമ്പേ നടക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ വലിയൊരു കഷ്ടം ആ കാലത്ത് വരാൻ പോവുക. അതിനെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യെരമ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. യെരമ്യാവ് 30-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തുവാ? ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. പുരുഷൻ പ്രസവിക്കുന്ന ഒരു പ്രക്രിയയില്ല. എന്നാൽ ഏത് പുരുഷനും നോവ് കിട്ടിയ അഥവാ പ്രസവ വേദന വന്ന സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? അങ്ങനെ ഒരു കാര്യമാണ് ആ കാലത്ത് സംഭവിക്കുന്നത്. എന്നിട്ട് ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. അപ്പൊ ഈ കഷ്ടകാലത്തെ വിശേഷിപ്പിക്കുന്നത് ആരുടെ കഷ്ടകാലം എന്നാണ്? യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ള കാര്യമല്ല. ആ യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ മൊത്തത്തിൽ പറയുന്നതാ. ഇസ്രായേലിൻ്റെ കഷ്ടകാലം എന്നാണ് യാക്കോബിൻ്റെ കഷ്ടകാലം. അല്ല, നമ്മൾ ഈ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പഠിച്ചപ്പോൾ കേട്ടതല്ലേ?
ആർക്കാ 70 ആഴ്ചവട്ടം ദൈവം നീക്കി വച്ചിരിക്കുന്നത്? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതല്ലേ? നിനക്കും നിന്റെ ജനത്തിനും, പിന്നെ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. ആ വിശുദ്ധ നഗരം യെരൂശലേം. ദാനിയേലിനോട് പറയാണ് നിന്റെ ജനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ ജനതയ്ക്കും യെരൂശലേം നഗരത്തിനുമായിട്ട് ആണ് ദൈവം ഈ കാലഘട്ടത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? നീക്കി വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ബ്രാക്കറ്റിൽ ഒരു ചോദ്യം വരെ, ഇത് വേറെ ആരെയും ബാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും വേറെ ആളുകളെയും ബാധിക്കും. പക്ഷേ അതിൻ്റെ കേന്ദ്രം, അതിനെ ഫോക്കസ് ചെയ്ത് ഇതിൻ്റെ പീഡ അനുഭവിക്കുന്നത് ആര് തന്നെയാണ്? യഹൂദന് വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ യാക്കോബിൻ്റെ കഷ്ടകാലം, ഇസ്രായേലിൻ്റെ കഷ്ടകാലം എന്താണ് അതിൻ്റെ പ്രത്യേകത? ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. നമുക്കധികം വിവരിക്കാനൊന്നും പറ്റത്തില്ല. ഇനിയും നോക്കാം. ദാനിയേൽ 12-ന്റെ 1-ാമത്തെ വാക്യം. ദാനിയേൽ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കിക്കേ. അടുത്ത വാക്ക് നോക്കിക്കോണേ. കണ്ടോ? ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം. എന്തോന്നായി പറഞ്ഞിരിക്കുന്നത്? ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, വന്നിട്ടില്ലാത്ത വലിയ കഷ്ടമെന്നാ പറയുന്നത്. ഇനിയും എടുത്ത് വായിക്കാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ അതങ്ങ് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ എങ്ങും ചെന്ന് എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നിട്ട് ഈ സംഭവത്തെ, ഈ കഷ്ടകാലത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം കൂടി പറഞ്ഞ് നമുക്ക് ആ ഭാഗം തൽക്കാലം അങ്ങ് വിടാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായം അവിടെ പറയുന്നത് എന്തുവാ? 3-ന്റെ 10-ാം വാക്യം. 3-ന്റെ 10-ാമത്തെ വാക്യം. എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള എന്ത് കാലം? അതെന്ത് കാലം? പരീക്ഷാകാലം. അതൊരു സാധാരണ 10ാം ക്ലാസ്സിന് എഴുതുന്ന പരീക്ഷ എന്ന് പറയുമ്പോഴുള്ള ഒരു പരീക്ഷാകാലം അല്ല അത് കൊടിയ കാലം. ഏതൊരു പുരുഷനും അരയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കി നിലവിളിച്ച് പൊട്ടിക്കരയുന്ന കാലം. ദൈവത്തിൻ്റെ കോപം ഭൂമിയിൽ ചൊരിയുന്ന കാലം. ആളുകൾ തമ്മിൽ കൊല്ലുവാൻ വാളെടുക്കുന്ന കാലം. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്ന കാലം. രക്തച്ചൊരിച്ചിൽ ആറുപോലെ ഒഴുകുന്ന ഒരു കാലം. ഒരു സ്വസ്ഥതയും മനുഷ്യനില്ലാത്ത ഒരു കാലം. ഉറക്കം വരാത്ത കാലം. മരിക്കാമെന്ന് വെച്ചാൽ മരണം അവനെ വിട്ട് ഓടിപ്പോകുന്ന കാലം. ആ കാലത്തിൻ്റെ ഭീകരതയിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ നിന്നും ഒരു കാര്യം സുവ്യക്തമാണ്. ഇന്ന് വരെ മനുഷ്യൻ കണ്ടോ കേട്ടോ അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഭീകരമായ, ഭയാനകമായ, ക്രൂരമായ പിശാചിൻ്റെ കോപം തിളച്ചുമറിയുന്ന ഒരു കാലമായിരിക്കും. ഏത് കാലം? പിശാചിൻ്റെ കോപം, ദൈവത്തിൻ്റെ കോപം, കുഞ്ഞാടിൻ്റെ കോപം, മനുഷ്യർക്ക് അന്യോന്യമുള്ള മൊത്തം കോപം തന്നെയാണ്. കോപം അഗ്നിപർവ്വതം പോലെ മനുഷ്യരുടെ ഇടയിൽ അങ്ങ് കൊന്തളിക്കുന്ന കാലം. അതാണ് യാക്കോബിൻ്റെ കഷ്ടകാലം. അതാണ് വെളിപ്പാട് 6 മുതൽ ഇനി കാണുന്നത്. നമുക്കിനി പ്രാർത്ഥനയുടെ 6-ാം അധ്യായത്തിലേക്ക് വരാം. അങ്ങനെ ഒരു കാലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇത്രയും ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ദൈവാത്മാവ് നടത്തുന്നത് പോലെ പോകാം. എല്ലാം ചിന്തിച്ചില്ലെങ്കിലും ബാക്കിയുള്ളത് പിന്നെ നമുക്ക് കേട്ടോടാം. ഇപ്പോൾ നമുക്ക് വായിക്കാമോ? ഒരാളൊന്ന് വായിച്ചാട്ടെ 6-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒന്നുകൂടെ ഉറച്ചു വായിച്ചോ സൗകര്യം, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ചുവന്നവനായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3 പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്റെ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു
ഒരു പണത്തിന് 3 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എത്തട്ടെ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഭൂമിയിലെ കാലംശം, ആളുകൾ മരിക്കാനായിട്ട് ഈ ചെയ്ത ആളിന് അധികാരം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ സഹോദരി, വായിച്ചതിൽ നന്ദി. നമ്മൾ 8 വാക്യങ്ങൾ ഇവിടെ വായിച്ചു. 8 വാക്യങ്ങളിലായിട്ട് 4 മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ 6 മുതലുള്ള അധ്യായങ്ങളിൽ ഇനി സംഭവിക്കുന്ന വിഷയങ്ങളെ ക്രമത്തിൽ പറഞ്ഞാൽ ആദ്യത്തേത് 7 മുദ്രകൾ പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ് 7 കാഹളങ്ങൾ ഊതുന്നു. അത് കഴിഞ്ഞ് 7 കോപകലശങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒഴിക്കപ്പെടുന്നു. ഇതെല്ലാം തന്നെ ന്യായവിധി നടപ്പാക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് സംഭവിക്കുന്നില്ല. എല്ലാം വിനാശകരമായതും അവനെ മരണപ്പെടുത്തുന്നതും ഉള്ള സ്വസ്ഥത നഷ്ടപ്പെടുന്നതുമായ ഒരു വല്ലാത്ത പ്രതീതിയാണ് ഈ സംഭവങ്ങളിലൂടെ മനുഷ്യന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതിലെ ആദ്യത്തെ സംഭവങ്ങളാണ് 7 മുദ്രകൾ എന്ന് പറയുന്നത്. അതിലെ 4 മുദ്രകൾ പൊട്ടിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ. അപ്പോൾ ഈ മുദ്ര പൊട്ടിക്കുന്നത് ആരാണ്? കുഞ്ഞാട്. ആരാണ് ഈ കുഞ്ഞാട്? ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പഠിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്. ഇതാരായി കുഞ്ഞാട്? ലോകത്തിന്റെ പാപം ചുമന്ന് തീർത്ത ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ഈ കുഞ്ഞാട്. ആ കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് മുമ്പത്തെ അധ്യായത്തിൽ പഠിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അല്ലയോ? പുസ്തകം വാങ്ങുവാനെങ്കിലും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനെങ്കിലും ഭൂമിയിലോ മുകളിലോ ഒരുത്തനെയും കാണാഞ്ഞിട്ട് യോഹന്നാൻ കരഞ്ഞപ്പോൾ കാണാം, നീ കരയണ്ട, ഇതാ ഒരുത്തൻ മുദ്ര പൊട്ടിപ്പാൻ തക്കവണ്ണം എന്ത് പ്രാപിച്ചിരിക്കുന്നു? ജയം പ്രാപിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മൾ നന്നായി ചിന്തിച്ച കാര്യങ്ങളായതുകൊണ്ട് ഇനി ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ മുദ്ര പൊട്ടിക്കാൻ എല്ലാ വിധത്തിലും യോഗ്യനായ, അതിന് അധികാരമുള്ള, അതിന് കെൽപ്പുള്ള, അതിന് അവകാശമുള്ള ഒരുത്തനാണ് യേശു കർത്താവ്. അപ്പോൾ അവൻ മുദ്ര പൊട്ടിച്ചു എന്ന് പറയുന്നത് അടുത്ത സംഭവങ്ങൾ നടക്കുന്നതിന് അനുവാദം കൊടുക്കുന്ന ഒരാളായി അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിക്കേ. നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഈ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ രംഗപ്രവേശനം ചെയ്യുന്ന 4 കുതിരകൾ. ഈ 4 കുതിരകളിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധി ലോകത്തിലേക്ക് നൽകാനുള്ള പ്രത്യേകമായ അധികാരം കിട്ടുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മുദ്ര പൊട്ടിക്കുമ്പോൾ കുതിരകൾ പുറത്തു വരുന്നല്ലോ, അവരെ വിളിച്ചിറക്കി വിടുന്നത് ജീവികളാണ്. ഈ ന്യായവിധി ചൊരിയുന്നതിന് വളരെ സന്നദ്ധതയോടുകൂടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആരാ? കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്, അത് ന്യായവിധി നടത്തുന്ന ആളുകൾ. അപ്പോൾ അവർ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളൊന്ന് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കൊരു കുതിരപ്പുറത്ത് ഒരു പടയാളി ഇരിക്കുന്നു. അവരിങ്ങോട്ട് രംഗത്ത് വന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. അവൻ പുറപ്പെട്ട് വരാനായി അവർ റെഡിയായിട്ടിരിക്കുക. പക്ഷെ വരുന്നതിന് ഓർഡർ കിട്ടണം, അനുവാദം കിട്ടണം. ആ അനുവാദം കാത്താണ് ഇത് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പുറപ്പെട്ടു വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പുറപ്പെട്ടു വരുവാൻ തടസ്സം എന്നതാണ്? വിളിച്ചിറക്കണം, അനുവാദം കൊടുക്കണം, സിഗ്നൽ കൊടുക്കണം, പുറപ്പെട്ടോ എന്ന് പറയണം. അങ്ങനെ പറയുന്നത് ആരാ? പറയുന്നതാണ് 4 ജീവികൾ. 4 ജീവി. ഇതെന്തോന്ന് ജീവികളാണ്? ഇതിൻ്റെ മുമ്പിലത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ് ആ ജീവികൾ ആരാണെന്ന്. 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ ഞാൻ തന്നെ അങ്ങ് വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ചോ. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ.
അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. മനസ്സിലായോ? ഈ പറയുന്ന 4 ജീവികളുമാണ് 6-ാം അധ്യായത്തിൽ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒന്നാം ജീവി, പിന്നെ രണ്ടാം ജീവി, മൂന്നാം ജീവി, നാലാം ജീവി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവികളാണ് പുറപ്പെടുന്നത്. ഈ ജീവി എന്ന് പറയുന്നത് എന്നതായിരുന്നു? അതെന്തോ ഒരു ജീവി, എന്തോ ഒരു ജീവിയായിരിക്കാം. നമ്മൾ മുമ്പ് അത് പഠിച്ചതാ വിശദമായിട്ട്. ദൂതന്മാരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക തരം എന്തുവാ? വിഭാഗം, പ്രത്യേക വിഭാഗം. അതാണ് സാറാബുകൾ എന്നൊരു കൂട്ടരെ കുറിച്ച് പഠിക്കുന്നു, ജീവികളെന്ന് നമ്മൾ ഈ കൂട്ടരെ കുറിച്ച് പഠിക്കുന്നു. പിന്നെയും വിശേഷപ്പെട്ട ദൂത മേധാവികളുണ്ട്, പിന്നെ സാധാ ദൂതന്മാരുണ്ട്. അപ്പൊ ദൂത വിഭാഗത്തിലുള്ള ഒരു പ്രത്യേക തരം ജീവികൾ എന്നാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ആജ്ഞാനിവർത്തികളായി ദൈവത്തിന്റെ പ്രവൃത്തികൾ നടപ്പാക്കാൻ തയ്യാറോടുകൂടെ ദൈവത്തിന്റെ സിംഹാസനത്തിന് വലയം വെച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ജീവികൾ എന്ന് പറയുന്നത്. അങ്ങനെ 4 പേരെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 4 ജീവികളുടെ പ്രത്യേകത കണ്ടോ? ഓരോന്നിനും ഓരോ പ്രത്യേക മുഖമാണ്. സിംഹത്തിന് തുല്യമായ മുഖം, മനുഷ്യന് തുല്യമായ മുഖം, കഴുകിന് തുല്യമായ മുഖം, കാളയ്ക്ക് തുല്യമായ മുഖം. ആ ജീവികളാണ് ഇപ്പോൾ ഈ ന്യായവിധി ചൊരിയുവാൻ തയ്യാറായിരിക്കുന്നവരെ വിളിച്ചിറക്കി എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വിടുന്നത്. അതാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. 4 ജീവികളിൽ 1 ഇടിമുഴക്കം പോലെ. ഇത് 1-ാം ജീവിയാണ് ആ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് സിംഹമുഖമുള്ള ആ ജീവിയായിരിക്കണം, ആദ്യത്തെ ജീവിയായിരിക്കണം ഈ പറയുന്നത്. അപ്പോൾ പറഞ്ഞപ്പോഴേ വന്നുള്ളൂ, പറയാതെ അവർക്ക് പുറത്ത് വരാൻ പറ്റത്തില്ല, ഓർഡർ കൊടുക്കണം. ഇനി എന്തിനാ ഇവർ വരുന്നത്? ന്യായവിധി ചൊരിയാനാണ്. അപ്പോൾ ന്യായവിധി ചൊരിയുന്നതിനൊരു സമയമുണ്ട്. ന്യായവിധി ചൊരിയുന്നതിന് പ്രത്യേകമായ അനുവാദം കിട്ടണം, എങ്കിലേ അവർ പുറപ്പെട്ടു വരുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ കാലത്ത് വരുന്നില്ല? ഈ ജീവികൾ ഇപ്പോ പുറപ്പെട്ടു ആജ്ഞ കൊടുത്തിട്ട് ന്യായവിധി ചൊരിയേണ്ടവർ വരാത്തത് എന്താണ്? ദൈവം അവരെ ഇപ്പൊ വരുവാനായിട്ട് എന്ത് ചെയ്തിട്ടില്ല? എല്ലാം അതാത് സമയത്താണ് ദൈവം ഭംഗിയായിട്ട് ചെയ്യുന്നത്. ദൈവത്തിന് എല്ലാത്തിനും ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ സകലവും എങ്ങനെ ചെയ്യും? ഭംഗിയായിട്ട് ചെയ്യുമെന്ന്. അത് ഈ കാര്യങ്ങൾ ചെയ്യേണ്ട സമയം മഹാപീഡന കാലത്തെ ചെയ്യും. അതുവരെ ചെയ്യാൻ ഇവർക്ക് അവകാശമില്ല, അവർ പുറപ്പെട്ടു വരത്തില്ല. അതിന് വിളിച്ചിറക്കണം. വിളിച്ചിറക്കേണ്ടവരുണ്ട്, വിളിച്ചിറക്കേണ്ട സമയമുണ്ട്, അപ്പോഴേ അവർ വരികയുള്ളൂ. എന്താ ഇപ്പോഴും വരാത്തത്? ഒരു വാക്യം നോക്കാം. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കിക്കേ. ഇപ്പോൾ എന്തുകൊണ്ടാ വരാത്തതെന്ന് നോക്കാം. 2 തെസലോനിക്കർ 2-ന്റെ 7-ാമത്തെ വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പൊ അധർമ്മമൂർത്തി അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ആളുകൾ രംഗപ്രവേശനം ചെയ്ത് ഭൂമിയെ നശിപ്പിക്കാതിരിക്കുന്നതിന് എന്താ കാര്യം? ഇപ്പോ പറ, ഒന്ന് ഉത്സാഹത്തോടെ ഇരിക്കുക. എന്തുവാ കാര്യം? ഇപ്പോ എന്ന് പറയാൻ തടുത്തു നിർത്തിയിരിക്കുന്നെന്ന് കേട്ടോ മോനെ. അവന് തലവേദനയോ? ശരി, ശ്രദ്ധിച്ചോ. അപ്പൊ തടുത്തു നിർത്തിയിരിക്കുന്നു. എന്തിനാ തടുത്തു നിർത്തിയിരിക്കുന്നത്? തടുത്തു നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അവരെ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്കിങ്ങനെ പറയാം, തടഞ്ഞു വച്ചിരിക്കുന്നെന്ന് പറയാം. ഈ തടഞ്ഞു വച്ചിരിക്കുന്നതിന് കാരണം പരിശുദ്ധാത്മാവാണ്. തടുക്കുന്നവൻ അവനങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും ഇല്ലെങ്കിൽ വന്നോളും, ഓരോന്ന് വരും. ഒന്ന് ഓർത്ത് നോക്കണം, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം എത്ര ഭംഗിയായിട്ട് ദൈവം ചെയ്യുന്നു എന്നുള്ള ഓർക്കുക. അങ്ങനെ 1-ാമത്തെ ജീവി ഇതാ വിളിക്കുന്നു, കുതിരപ്പുറത്തിരിക്കുന്നവൻ ഇതാ വരുന്നു. വീണ്ടും നമുക്ക് ആ വാക്യം വായിക്കാം. വെളിപ്പാട് 6-ന്റെ 2-ാമത്തെ വാക്യം. അങ്ങനെ വിളിച്ചിറക്കുമ്പോ വരാൻ പറഞ്ഞു. 1-ാം ജീവി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെള്ളക്കുതിര കണ്ടു. എന്നിട്ട് ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു. ഇവിടെ നമ്മൾ ഓർഡറായിട്ട് 4 ജീവികളും വിളിച്ചിറക്കുന്ന സമയത്ത് 4 കുതിരകൾ പുറപ്പെട്ടു വരികയാണ്. 1-ാമത്തെ കുതിര വെള്ള നിറമുള്ള കുതിര, 2-ാമത്തെ കുതിര ചുവപ്പ് നിറമുള്ള കുതിര, 3-ാമത്തെ കുതിര കറുത്ത നിറമുള്ള കുതിര, 4-ാമത്തെ കുതിര മഞ്ഞ നിറമുള്ള കുതിര,
അതെന്താണെന്ന് ഞാൻ വഴിക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ ജീവി പറഞ്ഞപ്പോൾ ഇതാ ഒന്നാമത്തെ കുതിര പുറത്തേക്ക് വരികയാണ്. ആ കുതിരയുടെ നിറമെന്ന് പറയുന്നത് വെള്ള നിറമാണ്. വെള്ള എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഇതിനകം തന്നെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തോട് ചേർത്ത് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. വെള്ള ഒരു സ്വർഗീയ നിറത്തിന്റെ പ്രതീകമാണ്. വെള്ള 3 പ്രധാന കാര്യങ്ങളുടെ പ്രതീകമാണ്. ഒന്ന്, വെള്ള വിശുദ്ധിയുടെ പ്രതീകമാണ്. 2, വെള്ള വിജയത്തിന്റെ പ്രതീകമാണ്. 3, വെള്ള സമാധാനത്തിന്റെ പ്രതീകമാണ്. എന്തൊക്കെയാണ് വെള്ള പ്രതിനിധീകരിക്കുന്നത്? 1 വിശുദ്ധി, 2 വിജയം, 3 സമാധാനം. വിശുദ്ധിയുടെയും വിജയത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് പൊതുവേ തിരുവെഴുത്തിൽ വെള്ളയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വെള്ള ലോകം മുഴുവനും വളരെ മാന്യമായി അംഗീകരിച്ചിട്ടുള്ള ഒരു കളറാണ്, ഒരു നിറമാണ്. പ്രത്യേകിച്ച് വേദപുസ്തക സംബന്ധമായ ദൈവ സ്വഭാവമുള്ള ദൈവികമായ കാര്യങ്ങൾക്കെല്ലാം ഈ നിറം പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഞാൻ ഇവിടെ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി ആവർത്തിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഇതാ ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു. ആ വെള്ളക്കുതിര പുറത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്. ഇരിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്ന് നോക്കണേ. ഇരിക്കുന്ന ആളിൻ്റെ കയ്യിൽ ഒരു ബില്ലുണ്ട്. ഇരിക്കുന്ന ആളിൻ്റെ തലയിൽ ഒരു കിരീടമുണ്ട്. ഇരിക്കുന്ന ആൾ എന്തിനു വേണ്ടി പുറപ്പെട്ടെന്നും പറയുന്നുണ്ട്. എന്തിനു വേണ്ടി പുറപ്പെട്ടു? ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പോൾ ഒരു സംശയമല്ല, ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു വരാം. ഇതാരായിരിക്കും? കർത്താവ്. ഇതാരായിരിക്കും മോളെ? കർത്താവ്. മിക്കവാറും എല്ലാവർക്കും ആ ഒരു അഭിപ്രായമാണെന്ന് തോന്നുന്നു, അല്ലയോ? ആണോ അല്ലയോ? അതറിയാനല്ലേ ബ്രദറെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതൊന്ന് പറ, അല്ലാതെ ഞങ്ങളോട് ചോദിച്ചിങ്ങനെ ഒന്നും പറയാൻ വേണ്ടി വിചാരിക്കേണ്ട. ഏതായാലും ഈ വായിച്ച വാക്കുകളിലെ വാചകങ്ങളുടെ ഘടന വെച്ച് അവതരിപ്പിച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കിയാൽ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ആരും പറയുള്ളൂ. ആരെന്നേ പറയുള്ളൂ? കർത്താവ്. കാരണം അതാണ് അതിൻ്റെ രീതി. ഒന്ന്, വെള്ള നിറം കുതിരയിലാ വരുന്നത്. പിന്നെ ജയിക്കാൻ വേണ്ടിയാ വരുന്നത്. തലയിൽ കിരീടങ്ങൾ ഇരിപ്പുണ്ട്, രാജമുടികൾ ഇരിപ്പുണ്ട്, കയ്യിലൊരു വില്ലുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഇത് അങ്ങനെയാണ് യേശു ക്രിസ്തുവാണെന്ന് വളരെ വളരെ അഗാധ പണ്ഡിതന്മാർ, വേദപുസ്തകത്തിൽ നല്ല അറിവും സാമർഥ്യവുമുള്ള പണ്ഡിതന്മാരും ഇത് യേശു ക്രിസ്തുവാണെന്ന് പറയുന്നവരാണ്. എന്നാൽ ഇത് യേശു ക്രിസ്തു അല്ല, ഇത് അന്ത്യക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തോടുകൂടി ആരുടെ കാലം ആരംഭിക്കുന്നത്? അന്ത്യക്രിസ്തുവിൻ്റെ കാലമാണ്. നമ്മൾ 4-ാം അധ്യായത്തിൽ ഈ ക്രിസ്തുവിനെ 1-ാം അധ്യായത്തിൽ, അത് കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിൽ സഭകളുടെ ഇടയിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ക്രിസ്തുവിനെ 6 മുതൽ 19 ആദ്യ ഭാഗം വരെ ക്രിസ്തുവിൻ്റെ പ്രവേശനം ഈ അധ്യായങ്ങളിലൊന്നുമില്ല. പിന്നെ ക്രിസ്തു പ്രവേശനം ചെയ്യുന്നത് 19 മധ്യഭാഗം മുതലാണ്. അതിനിടയിലൊന്നുമില്ല. അതുകൊണ്ട് ആദ്യമേ ഓർത്തുകൊള്ളുക, ഇത് യേശു ക്രിസ്തു അല്ല. പക്ഷേ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തോന്നുന്നത് യേശു ക്രിസ്തുവാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെടുന്ന 2 പേരുണ്ട്. ഒന്ന് അന്ത്യക്രിസ്തുവും മറ്റൊന്ന് യേശു ക്രിസ്തുവും. അതുകൊണ്ട് യേശു ക്രിസ്തുവും വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെടുന്ന ഭാഗം പറഞ്ഞിരിക്കുന്നത് വായിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. 19-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷം. കേട്ടോണം, കണ്ടോ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നതാണ് യഥാർത്ഥത്തിൽ സംശയരഹിതമായ വിധം സമ്മതമാവണ്ണം നമ്മൾ അംഗീകരിക്കുന്നു. അതാരാണ്? യേശു ക്രിസ്തുവാണ്. ഏതാണ്ട് ഇവിടെ ഇത് അതിന് അത്രയും പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു വിശദീകരണം വേണം. ഇത് മഹാപീഡനം കഴിയുന്ന സമയം, കഴിയുന്ന മുറയ്ക്ക് ആര് വരുന്ന കാര്യമാണെന്നറിയാമോ? യേശു കർത്താവ് വെളിപ്പെടുകയാണ്. അവിടെ വരുന്നത് യേശു കർത്താവ് രക്ഷകനായിട്ടല്ല,
തികച്ചും ന്യായവിധിയുടെ കർത്താവായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ സൂചന ആ വായിച്ച ഭാഗത്തുണ്ട്. അവൻ ധരിച്ചിരിക്കുന്ന ഉടുപ്പിൽ എന്ത് തെളിച്ചിരിക്കുന്നതെന്നാണ്? രക്തം തെളിച്ച ഉടുപ്പാണ്. അതൊക്കെ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കും. അപ്പോൾ 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെടുന്ന യേശു ക്രിസ്തുവിനെ അതുപോലെ അനുകരിച്ചുകൊണ്ടാണ് ആരിപ്പോൾ പ്രവേശനം ചെയ്യുന്നത്? അന്തിക്രിസ്തു. അപ്പൊ അന്തിക്രിസ്തുവിന്റെ ആ ഭാവത്തിലും രൂപത്തിലും പ്രവേശനത്തിലും അവൻ സ്വീകരിച്ചിരിക്കുന്ന ആ രീതി അനുകരണമാണ്. ഇത് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആഗമനമാണ്. ഒന്നുകൂടി പറയാം, ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആഗമനമാണ്. ഇനി അന്തിക്രിസ്തുവാണെന്ന് പറയാൻ കാരണം ഈ 1-ാം ജീവി വിളിച്ചിറക്കിയ 1-ാം കുതിര, 2-ാം ജീവി വിളിച്ചിറക്കുന്ന 2-ാം കുതിര, 3-ാം ജീവി വിളിച്ചിറക്കുന്ന 3-ാം കുതിര, ഇങ്ങനെ ക്രമത്തിൽ വിളിച്ചിറക്കി പുറത്തു വരുന്ന കുതിരകളും അതിന്മേൽ ഇരിക്കുന്നവരും അവരുടെ വരവോടുകൂടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും അവരിൽ ഒരാളായിട്ട് അവിടെ യേശുക്രിസ്തു അല്ല. ഉദാഹരണം, 2-ാം കുതിരയിലും 3-ാം കുതിരയിലും 4-ാം കുതിരയിലും ഒക്കെ വരുന്നവർ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് അറിയാമോ? കണ്ണു തുറന്ന് കാണാൻ പറ്റാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത, ഹൃദയത്തിൽ ഉണരാൻ പറ്റാത്ത, ഞെട്ടലുളവാക്കുന്ന അതിഭയങ്കര ദുരന്തങ്ങളാണ് അവർ ചൊരിയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളായിട്ട് യേശുക്രിസ്തു അപ്പോൾ അവിടെ വരുന്നില്ല. അത് യാക്കോവിന്റെ കഷ്ടകാലമായ മഹാപീഡന കാലത്ത് ജനങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവത്തിന്റെ ന്യായവിധി ആളുകളായിട്ട് ഇറങ്ങി വരുന്നവരാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യ രംഗപ്രവേശനം അന്തിക്രിസ്തുവും ജയിച്ചിട്ടുണ്ട്, ജയിക്കാനാ വരുന്നത്. പക്ഷെ ഒരു കാര്യം, അതിനു മുമ്പ് വേറൊരാൾ ജയിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ലോകത്തെ ഞാനും ജയിച്ചു, നിങ്ങളും ജയിക്കണമെന്നാണ്. അത് കർത്താവ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. കർത്താവ് എവിടെയാ ജയിച്ചതെന്നറിയാമോ? ലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ ആരൊക്കെ എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ അവിടെയാണ് ക്രിസ്തു ജയിച്ചത്. കർത്താവ് കാൽവരിയിലെ ക്രൂശിൽ ജയിച്ചു, മരണത്തിന്മേൽ ജയം വരിച്ചു, പിശാചിനെ തോൽപ്പിച്ച് ജയം വരിച്ചു, ജയോത്സവം കൊണ്ടാടി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ജയിച്ച ക്രിസ്തു ഇപ്പോൾ അന്തിക്രിസ്തുവും അതുപോലെ എങ്ങനെ വരുന്നു? എന്തിനു വേണ്ടി വരുന്നു? ജയിക്കാനായിട്ട് വരുന്നു, എന്തൊക്കെയോ സാധിപ്പിക്കാൻ വേണ്ടി വരുന്നു. ഇനി ഇടയ്ക്ക് ഈ ക്ലാസ്സിൽ പെടുത്താൻ ആവശ്യമില്ലാത്തൊരു കാര്യം, എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ പറയാം, നമുക്കും ജയിക്കണം, നാമും ജയിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസം കൊണ്ട് ഈ ലോകത്തിൽ തോറ്റുപോകരുത്. നമ്മൾ ഈ ലോകത്തിൽ ജയിക്കുന്നവരായിരിക്കണം. ഒരുപാട് വിശ്വാസികൾ തോൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് യുവ സഹോദരങ്ങളോട്, മക്കളോട് പറയും പോലെ പറയാം, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ജയിക്കണം. എന്തിനെ ജയിക്കണം? ഈ ലോകത്തെ ജയിക്കണം. നമുക്ക് അനുകൂലമല്ലാത്ത, പ്രതികൂലവും വിരോധവുമായ ഈ ലോകത്തെ ജയിക്കണം. എന്താണ് ലോകം? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ലോകത്തെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന, നെഞ്ചിലേറ്റിയിരിക്കുന്ന വിശ്വാസത്താൽ ജയിക്കണം. ദൈവം കൃപ ചെയ്യട്ടെ. ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ അന്തിക്രിസ്തു ഇതാ രംഗപ്രവേശനം ചെയ്തു വെള്ളക്കുതിരപ്പുറത്ത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആ ഭാഗം വിടാം. അപ്പോൾ 1-ാമത്തെ ജീവി ഇതാ ഓർഡർ കൊടുത്തു, അനുവാദം കൊടുത്തു. 1-ാമത്തെ കുതിര പുറപ്പെട്ടു വന്നു. അതൊരു ശുഭപ്രതീക്ഷ തോന്നുന്ന വിധത്തിലാണ് പ്രവേശനം. പക്ഷെ വന്നയാള് അത്ര കൊണ്ട് നല്ല ആളല്ല. അവൻ ദുഷ്ടമൃഗമാണ്, അധർമ്മമൂർത്തിയാണ്, എതിർ ക്രിസ്തുവാണ്. അവൻ വരുവാനുള്ള പ്രഭു. ഇവനെയാണ് വെളിപ്പാട് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ദാനിയേൽ പ്രവചനം 9-70 ആഴ്ചവട്ടം പഠിച്ച കൂട്ടത്തിൽ 2 പ്രഭുക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചതാ. 1 അഭിഷിക്തനായ പ്രഭു, 2 വരുവാനിരിക്കുന്ന പ്രഭു. അതിലെ വരുവാനിരിക്കുന്ന പ്രഭുവാണ് 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ ആരംഭത്തോടുകൂടെ ഇതാ പ്രവേശനം ചെയ്തു, രംഗത്തിൽ വന്ന് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് വരാം. 6-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം നോക്ക്. 3 മുതലുള്ള വാക്യം, 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരുന്ന ആദ്യത്തെ 4 ജീവികളിൽ 2-ാമത്തെ ജീവി പറഞ്ഞു. അടുത്ത് ഇപ്പൊ എന്തോന്ന് കളർ കുതിരയാ വന്നേ? ഈ കളർ ഈ ചിലരിങ്ങനെ പറയും, ഓ കളറിൽ എന്ത് കാര്യം, നിറത്തിൽ എന്ത് കാര്യം? നിറത്തിലുണ്ട് കാര്യം. ഓരോ കളറുകളും ആ വാചാലമായ സന്ദേശമാണ് തരുന്നത്.
ഞാൻ പറഞ്ഞല്ലോ, വെള്ള എന്തിൻ്റെയൊക്കെ പ്രതീകം? വെള്ള എന്തിൻ്റെയൊക്കെ പ്രതീകം? വിജയത്തിന്റെ, വിശുദ്ധിയുടെ, പിന്നെ സമാധാനത്തിന്റെ. അപ്പൊ വെള്ള എന്ന് കാണുമ്പോൾ ഓർക്കൊണ്ട് ഒരു സന്തോഷം, ഒരു നമുക്കൊരു തൃപ്തി തോന്നുന്ന, ഒരു ഇഷ്ടം തോന്നുന്ന, ഒരു മൃദുലമായ ഒരു അന്തരീക്ഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത കളർ വരുന്നത്. എന്തുവാ? ചുവപ്പ്. ചുവപ്പ് എന്തിൻ്റെ? ഈ ചുവപ്പ്, ഈ നോക്കിക്കോണേ, അടുത്ത് ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവന് അധികാരം ലഭിച്ചു. അവൻ എന്തും കൂടെ കിട്ടി? അവനൊരു വാള്. അവന് ചെറിയ വാളല്ല, വലിയ വാള് തന്നെ കിട്ടി. അവനൊരു വാള് കിട്ടി. അപ്പൊ ചുവപ്പ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ചുവപ്പ് ചോരയുടെ മണമുണ്ടാക്കുന്നതാണ്. ചുവപ്പ് രക്തത്തിന്റെ പ്രതീകമാണ്, നിണത്തിന്റെ പ്രതീകമാണ്. മനസ്സിലായോ? ഞാൻ ഇവിടെ അതൊക്കെ എടുത്തു പറയുന്നില്ല. ചില പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ കളറിനെ പ്രതിനിധാനം ചെയ്തു അവരവകാശപ്പെടുന്നത് ഇതിൽ കിളിർത്തതാ, ചോരയിൽ കിളിർത്തതാ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട പലരും. ഞാൻ പറയാം, അവരുടെ ഉന്നം, അവരുടെ ലക്ഷ്യം, ചില പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം തന്നെ ചോര ചൊരിയിക്കുക, ചോരയിലൂടെ വിജയം വരിക്കുക, ചോര ചിന്തി സമാധാനം നിലനിർത്തുക, ചോര ചിന്തി ലക്ഷ്യത്തിലേക്ക് എത്തുക, ആളുകളെ നിഷ്കരണം വെട്ടിനുറുക്കി ചോര ചൊരിച്ചിലൂടെ അവരുടെ ആ ഉന്നത്തിന്റെ നെറുകയിലെത്തുക. അതൊക്കെയാണ്. മുമ്പേ വന്ന കുതിര നേരെ തിരിച്ചാ വന്നത്. സമാധാന പ്രതീകവുമായിട്ട് ഇങ്ങ് വന്നു. തൊട്ടുപുറകെ അവനെ അനുഗമിച്ചു വരുന്ന അവന്റെ അനുഭാവികളായ ആളുകൾ വരുന്നത് കണ്ടോ? പിന്നെ വരുന്നത് കണ്ടോ? ചോര ചൊരിയുന്ന, ആളുകളെ വേദനിപ്പിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന, ചിതറിക്കുന്ന, അടിസ്ഥാനത്തെ ഇളക്കിക്കളയുന്ന, മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ് ഈ ചുവപ്പ്. അതുമാത്രമല്ല, അവിടെ ഒരു വാക്ക് കണ്ടോ? സമാധാനം എടുത്തു കളയുവാൻ തക്കവണ്ണം അവന് അധികാരം ലഭിച്ചു. അന്ത്യക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടെ ലോകത്തിന്റെ എന്തും പോയി കിട്ടി? സമാധാനം. അവൻ വരുന്നതോട്, ഇതാ ഞാൻ സമാധാന ദൂതനായി വരുന്നു എന്നല്ല, ഇത് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന്റെ മഹത്വം മനസ്സിലാകുന്നത്. യേശു കർത്താവിന്റെ ജനനത്തിന് മുമ്പേ ജനിക്കാൻ പോകുന്ന ശിശുവിനെ വർണ്ണിക്കുമ്പോൾ യെശയ്യാവ് 7-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, അവൻ 9-ാം അധ്യായത്തിൽ അവൻ നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാനത്തിന്റെ പ്രഭു, സമാധാനത്തിന്റെ ദൈവം. അവന്റെ സമാധാനത്തിന് അന്തമില്ല. അവിടുന്ന് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് അറിയാമല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ സമാധാന പുത്രന്മാരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവർ. യേശുക്രിസ്തു സമാധാനത്തിന്റെ പ്രഭു ആയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ആളുകളും സമാധാനം വക്താക്കളാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മഹാപീഡന കാലം തുടങ്ങുന്നതോടുകൂടെ സമാധാനം എന്ന് പറയുന്നത് മനുഷ്യനില്ല. കാര്യം എന്താണെന്നറിയാമോ? പിന്നെ വാളാണ്. വാള് വെട്ടാനും കൊല്ലാനും ഉള്ളതാണ്, രക്തം ചൊരിയുവാനുള്ളതാണ്. അതിലൂടെ സമാധാനവും പോകുന്നു. ഇന്ന് ചില ആളുകളുടെ, ചില സ്ഥാപനങ്ങളുടെയും ചില രാജ്യങ്ങളുടെയും ഒക്കെ ഉദ്ദേശ്യം, അവരെന്തിനാ യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സമാധാനം നിലനിർത്താൻ. സമാധാനം നിലനിർത്താൻ യുദ്ധമോ? ഈ പറഞ്ഞ എന്താ പറയുക, ചോര വിപ്ലവത്തിലൂടെ എവിടെയാ സമാധാനം ഉണ്ടായിട്ടുള്ളത്? ഈ വാൾ അതിനെയാ സൂചിപ്പിക്കുന്നത്, യുദ്ധം. അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തോടുകൂടെ പിന്നെ യുദ്ധത്തിന് ഒരു ക്ഷാമവുമില്ല, യുദ്ധത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഈ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം, ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ആളുകളെ തമ്മിൽ അങ്ങ് വെട്ടിച്ചാകുക, കുടുംബമായിട്ട്. ഇങ്ങനെ ഒരു സംഭവം, ഭീകരമായ ഒരു കാലാന്തരീക്ഷം ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവ് നാളുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ ലോകം ചെന്നെത്തുമെന്നുള്ളത് മനസ്സിലായി. വാള് കിട്ടി, വാളും കൊടുത്തു വിടുകയല്ലേ. കർത്താവ് എന്തു പറഞ്ഞു? വാളെടുക്കുന്നവൻ വാളാൽ. യേശു കർത്താവിന് വേണ്ടി ആരും വാളൊന്നും എടുക്കണ്ട, ആരും കൈ ചുരുട്ടണ്ട, മുഷ്ടി ചുരുട്ടണ്ട, പല്ല് കടിക്കണ്ട, അരമുറുക്കണ്ട, ആർക്കും വേണ്ടി യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട. അത് ക്രിസ്തുവിന്റെ മാർഗമല്ല, അതൊരു കിരാത സ്വഭാവമാണ്. അന്ത്യക്രിസ്തുവിന്റെ കാലം തുടങ്ങുന്നതോടുകൂടെ യുദ്ധം.
അതിനു മുമ്പേ തന്നെ ഇപ്പോൾ യുദ്ധം, നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിൽ നടന്നിട്ടുള്ളത് യുദ്ധത്തിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളതും അങ്ങനെയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ആറ്റം ബോംബുകൾ വർഷിപ്പിച്ച കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ ബോംബ് പൊട്ടിച്ചതിലൂടെ, ബോംബിട്ട് നശിപ്പിക്കാൻ തുടങ്ങിയതിലൂടെ അതിൻ്റെ തിക്താനുഭവം ഇന്നും തീർന്നിട്ടില്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. ഏതാണ്ട് 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ അതിൻ്റെ ആ ഞെട്ടിക്കുന്ന ഓർമ്മകളിൽ നിന്ന് മനുഷ്യർ ഇന്നും മുക്തരായിട്ടില്ല. അമേരിക്കയിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന ചെകുത്താൻ വിമാനങ്ങളിൽ വന്നവർ ഈ നാഗസാക്കിയിലൊക്കെ ബോംബ് വർഷിച്ചത് അവർ വിട്ടിട്ട് വളരെ വളരെ ഉയരങ്ങളിൽ പറന്നെത്തി അവിടെ നിന്ന് ഈ കാര്യം വീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബോംബിട്ട ഈ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ ഈ കാഴ്ച ഫ്ലൈറ്റിലിരുന്ന്, യുദ്ധവിമാനത്തിലിരുന്ന് കാണുകയായിരുന്നു. ഇത് പൊട്ടി ഉണ്ടായതായ തീ ഗോളവും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു വലിയ അഗ്നിപർവ്വതം തന്നെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് കത്തി കയറുന്നത് കണ്ടപ്പോൾ അവരകത്തിരുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്നാണ്, ദൈവമേ, ഞങ്ങൾ നരകം സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്തുണ്ടാക്കിയിരിക്കുന്നു? നരകം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്നും ആ ഓർമ്മകളോടുകൂടിയാണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളുടെ ആയുധപ്പുരയിലും എന്തുണ്ടെന്നറിയാമോ? ഈ പറഞ്ഞ സാധനമുണ്ട്. എന്തിനാ ഇത് ഉണ്ടാക്കിയ ആളുകൾ എന്തിനാ ഉണ്ടാക്കിയ ആളുകൾ ഭൂമിയിൽ എന്ത് നിലനിർത്തണം? സമാധാനം നിലനിർത്താൻ വേണ്ടി എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് പൊട്ടിക്കണ്ടേ? ഞാൻ പറയട്ടെ, ഏതൊരു സാധനം ഉണ്ടായാലും അത് ഒരു ദിവസം എന്ത് ചെയ്യണം? അതിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. ഒരു പൊട്ടാസ് ഉണ്ടാക്കിയാൽ അത് പൊട്ടിക്കണം. അതില്ലാതാകുന്നത് എങ്ങനെയാ? അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാ പൊട്ടുന്നത്? എന്നാ പൊട്ടുന്നത്? അയ്യോ, ഭൂമിയെ 40 പ്രാവശ്യം ചുട്ട് കത്തിക്കാവുന്ന ആറ്റം ബോംബുകൾ ഇന്ന് ആയുധപ്പുരകളിലുണ്ടെന്നാണ്. 40 പ്രാവശ്യം ഭൂമി കത്തേണ്ട ആവശ്യമില്ല. എത്ര പ്രാവശ്യം കത്തിയാൽ മതി? ഒറ്റ പ്രാവശ്യം. പക്ഷേ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ഭീകരത അങ്ങനെയാ പറയും. 40 പ്രാവശ്യം മൊത്തം ഭൂമിയെയും ചാമ്പലാക്കാനുള്ള കഴിവെന്ന് രാജ്യങ്ങൾക്കുണ്ട്. അതാണ് ഈ കഴിഞ്ഞയിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ധു. ആ സമയത്ത് നമ്മുടെ ആളുകൾക്ക് വലിയ പേടി ഉണ്ടായിരുന്നു. ഒരു ബോധവും പൊക്കണവും ഉള്ളവന്മാരല്ല ഈ പാകിസ്ഥാനികൾ. ഒരുപക്ഷെ ചെകുത്താൻ അങ്ങോട്ട് പ്രവർത്തിച്ചിട്ട് ഇതിൽ ഒരെണ്ണം കൊണ്ട് ഇട്ട് തന്നാൽ പോയി. അതുകൊണ്ട് പേടി നമുക്കുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അത് യുദ്ധ കരാർ, അങ്ങനെ ഒരു നിയമമുണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ. ഒരു യുദ്ധം പുറപ്പെട്ടെന്നും പറഞ്ഞ് ആദ്യം കൊണ്ട് ഇത് ഇടാൻ പാടില്ല, ഇട്ടുകൂടാ. അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും തമ്മിലൊരു ധാരണയുണ്ട്. ധാരണയൊക്കെ അവിടെ ഇരിക്കും. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാലോ, നിവൃത്തിയിൽ. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഈഗോ അല്ലേ? രണ്ടാൾ തമ്മിലൊന്ന് തല്ലുകൂടിയാൽ ആ രണ്ടാളിൻ്റെ ഉള്ളിലെ ചിന്ത എനിക്ക് ജയിക്കണം. ഒരാളിനോട് ജയിക്കണമെങ്കിൽ മറ്റേ ആളിനെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ചിന്ത ചാത്താൻ ഇവൻ്റെ ഹൃദയത്തിലങ്ങ് വന്നു കഴിഞ്ഞാൽ കരാറൊക്കെ അവിടെ കിടക്കുക, ആദ്യം കൊണ്ടൊന്നും ഇട്ടുകൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിന്നീടുള്ള അവസ്ഥയൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. സമാധാനം പോകുക. ആദ്യത്തെ ആറ്റം ബോംബ് നിർമ്മിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് റോബർട്ട് ഓപ്പൺഹൈമർ എന്നാണ്. അദ്ദേഹത്തെ പിന്നീട് ഒരു ജനപ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ലോക നേതാക്കന്മാർ ചോദിച്ചു, ആറ്റം ബോംബിനെ ചെറുക്കാനുള്ള വല്ല ആയുധവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ വല്ല ആയുധവും ഉണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് അതെന്തെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമാധാനം. ആറ്റം ബോംബിനെ ചെറുക്കാനുള്ള ഒരു ആയുധമുണ്ട്. അതെന്തോന്ന്? സമാധാനം ഉണ്ടെങ്കിൽ ആറ്റം ബോംബൊന്നും വേണ്ട, അതിനെ ചെറുക്കാം. പക്ഷെ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അന്ത്യക്രിസ്തു കാലുകുത്തിയതേ ഉള്ളൂ, സമാധാനവും പോയി, വാളാണ്. പിന്നെ അപ്പം മെല്ലെ അവൻ്റെ ആ പ്രവർത്തന മണ്ഡലം തുടങ്ങുന്നത് നോക്കണേ. മുമ്പേ ഗമിച്ചു, പുറകെ വരുന്നവരൊക്കെ ഇതാ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതാണ്. ഇനി നമുക്കൊരു കുതിരയെ കൂടെ എങ്കിലും നോക്കണം കേട്ടോ. അടുത്ത 3-ാമത്തെ കുതിര. അങ്ങനെ ചുവന്ന കുതിര വന്നു. ഈ പറഞ്ഞ അതിഭയങ്കരമായ ചോരച്ചൊരിച്ചിലുകൾ അന്ന് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ്. 3-ാമത്തെ കുതിര എന്നതാ? 5-6 വാക്യം.
അപ്പോൾ അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. ആ അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ആ ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ആ ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ഉം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് ഉം. 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഉം. ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ മൂന്നാമത്തെ കുതിര അതെന്തോന്ന് കുതിരയാ? കറുത്ത കുതിര. വെള്ള, ചുവപ്പ്, ഇപ്പോൾ കറുപ്പ്. ഈ കറുത്ത കുതിര എന്തിനെയാ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആശയം എന്ന് പറയുന്നത്? മൂന്നാം ജീവിയാണ് അത് വിളിച്ചിറക്കിയത്. അപ്പോഴൊരുത്തനിങ്ങ് പുറപ്പെട്ടു വരുന്നു, കറുത്ത കുതിരപ്പുറത്ത്. അതിൻ്റെ മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ, ആദ്യം ഇറങ്ങിയ ആളിൻ്റെ കയ്യിൽ വില്ല് ശ്രദ്ധിച്ചു. രണ്ടാമത് ഇറങ്ങിയ ആളിൻ്റെ കയ്യിൽ വാള്. ഇപ്പൊ ഇറങ്ങിയ ആളിൻ്റെ കയ്യിൽ തുലാസ്. എന്തോ മരിച്ചിനി കൃഷി കച്ചവടത്തിന് പോവുകയാണ്. തുലാസ്. തുലാസ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? തുലാസ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ആ ആ ആ വ്യാപാരം. അതാ ഇവിടുത്തെ ന്യായവും നീതിയും അതൊരു ഭാഗം, അത് കോടതിയുടെ തുലാസ്. ഇവിടെ പറയുന്ന തുലാസ് എന്ന് പറയുന്നത്, അതിൻ്റെ തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും, ഇത് തൂക്കിക്കൊടുക്കുക, വിൽപ്പന. ഇനി അല്പം കൂടെ കൂട്ടി അതിൻ്റെ കണ്ടന്റ് അങ്ങ് ആദ്യം പറഞ്ഞാൽ, ക്ഷാമത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുക. ധാന്യം എന്തിനാ തൂക്കിക്കൊടുക്കുന്നത്? പണ്ട് നമ്മൾ യോസഫ് മിസ്രൈമിൽ ഇരുന്നപ്പോഴേ ധാന്യം അങ്ങനെ അളന്നും തൂക്കി കൊടുത്തു. ധാന്യപ്പുരയിൽ ചെന്ന് തൂക്കി വാങ്ങുക എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ അടയാളമല്ല, പിന്നെ എന്തിൻ്റെ അടയാളം എന്നറിയാമോ? ക്ഷാമത്തിൻ്റെ. തൂക്കി ചിലർ തൂക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. 1 കിലോ എന്ന് പറഞ്ഞാൽ 950 കാണും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഞാൻ അടുത്ത സമയത്ത് റേഷൻ കടയിൽ പോയി. റേഷൻ കടയിൽ അപ്പോൾ അവിടെ ഈ ഞാൻ വെള്ളക്കാരൻ്റെ 2 കിലോ അരി കിട്ടി. 2 കിലോ അരി. അത് കൃത്യം നോക്കിയാൽ 1600 ഗ്രാം. 1600, 400 വെട്ടി അവള്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതില്ലല്ലോ 2 കിലോ. അപ്പോഴവള് പറയാ, സാറേ ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് അറിയാതെ ഉള്ളൂ. ഇപ്പം പഴയതുപോലെ ഒന്നും ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എടുക്കുന്നതാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 2 കിലോ അരി കോഴിക്ക് പോലും വേണ്ട. കോഴി തിന്നാൽ അത് കുറേ നേരം വയറിന് സുഖമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കാണാം. അങ്ങനെയുള്ള അരിക്ക് വേണ്ടി എന്തിനാ ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? പിന്നെ വാങ്ങുന്നത് ഈ കാർഡിൽ നിന്ന് പേര് വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ എന്താ പറയുക, ദൗർബല്യത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് എന്ത് വെച്ചിരിക്കുന്നു? തുലാസ്. തൂക്കി കൊടുക്കുക. ഈ തുലാസുമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? യുദ്ധം, ചോര ചൊരിച്ച്. ഒരു രാജ്യത്തിലൊരു യുദ്ധം ഉണ്ടായാൽ കണ്ണട ചോർത്തോ തൊട്ടു പുറകെ ഇതായിരിക്കും വരുന്നത്. ഏത്? ക്ഷാമം. എപ്പോൾ എവിടെയൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പിന്നെ ക്ഷാമമാണ്. ആ രാജ്യവ്യാപകമായ ദുരന്തങ്ങൾ എപ്പോൾ എവിടെ ഉണ്ടാകുമോ അതിൻ്റെ തിക്താനുഭവമായിട്ട് മനുഷ്യനെ അഭിമുഖീകരിക്കുന്നതെല്ലാം അത് ക്ഷാമമാണ്. അത് പ്രളയമാകട്ടെ, മാരകമായ രോഗവ്യാപനമാകട്ടെ, യുദ്ധങ്ങളാകട്ടെ, മറ്റ് നാശനഷ്ടങ്ങളാകട്ടെ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷാമമാണ് ലോകത്തിൽ നേരിടാൻ പോകുന്നത്. ഇനി ആഹാര സാധനങ്ങളുടെ ദൗർലഭ്യത നോക്കിക്കോ. 6-ാമത്തെ വാക്യം, ഒരു പണത്തിന്, വെളിപ്പാട് പുസ്തകം 6:6, ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എങ്ങനെയാ തൂക്കി കൊടുക്കുന്നത്? ഇവിടെ ഈ ഒരു പണം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഒരു പണം എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ ശമ്പളം. ഒരു പണിക്കാരൻ്റെ ഒരു ദിവസത്തെ പണിക്കൂലിയാണ് ഒരു പണം. അതിനെ ഒരു കാശെന്ന് പറയാം. അപ്പം അതിൻ്റെ മൂല്യം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ നാട്ടും പുറത്ത് ഒരു കൂലിപ്പണിക്കാരൻ്റെ ശമ്പളം എത്രയാണ്? സാധാരണ രീതിയിൽ പറ. 1000 ഒന്നും അല്ല, കൂടി അല്ലയോ? നമുക്ക് തൽക്കാലം 1000 എന്നങ്ങ് വെച്ചോ. 1000 ഒന്നും അല്ല. അപ്പോൾ 1000 രൂപയ്ക്ക് എത്ര ഗോതമ്പ് കിട്ടുമെന്നാണ്? ഒരു ഇടങ്ങഴി എന്ന് പറയുന്നത് അറിയാം. ഈ ബൈബിളിലെ തൂക്കം, അളവ്, അതൊരു മൊത്തം ലോകത്തിലും ഒരുപോലെയല്ല. ഓരോ രാജ്യങ്ങളിലെയും അളവുകൾക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള
ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. നമ്മുടെ മഹാനായ ജി സുശീലൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അളവുകളെ കുറിച്ചൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇടങ്ങഴിക്ക് പറഞ്ഞിരിക്കുന്ന അളവെന്ന് പറയുന്നത് ഒരു 1.25 ലിറ്റർ എന്നാണ്. അത്രയോ, 1 ലിറ്ററിനേക്കാൾ അല്പം കൂടെ. അതിനെ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അളവ് പ്രകാരം 1 കിലോ. അപ്പോൾ 1000 രൂപയ്ക്ക് എത്ര ഗോതമ്പ്? 1 ലിറ്റർ ഗോതമ്പ്, 1 കിലോ ഗോതമ്പ്. അങ്ങനെയുണ്ട്. എത്ര രൂപ? 1 കിലോ ഗോതമ്പിന് എത്ര രൂപ കൊടുക്കണം? 1000 രൂപ. 1000 എന്നുള്ളത് നമ്മൾ പറഞ്ഞ ഒരു ചെറിയ കണക്കാണ്, അതൊക്കെ കൂടിപ്പോകാം. അത്രയും 1000 രൂപ കൊടുത്താൽ 3 ഇടങ്ങഴി യവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കന്നുകാലികൾക്കും മറ്റുമൊക്കെ കൊടുക്കുന്ന ഏറ്റവും അങ്ങേ അറ്റത്തെ വില കുറഞ്ഞ ഒരു തരം സാധനമാണ്. യവത്തിൻ്റെ തോടും അതുമൊക്കെ ചേർത്താണ് ഇപ്പോഴത്തെ കാലിത്തീറ്റയായിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 3 കിലോ കിട്ടും. കുറച്ച് വെള്ളത്തിൽ കലക്കിയും കുടിച്ചാൽ മതി. മനസ്സിലായോ? ഇനി ഈ ഗോതമ്പും യവവും എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തുവാ സാധനമാണ്. പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇത് രണ്ടുമേ ഉള്ളൂ കൂടുതൽ. നമ്മുടെ രാജ്യത്ത്, അതായത് ആന്ധ്ര തുടങ്ങിയുള്ള വടക്കേ ഇന്ത്യയിലെ ചില കൃഷിയിടങ്ങളിലെ വിളവ് ഇത് തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? അതാണ് അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഓരോ പുതിയ കമ്പനികളുടെ പേരിൽ ആട്ട, ആ ആട്ട, ഈ ആട്ട എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ, അതൊക്കെ ഇത് തന്നെയാണ് സാധനം. അപ്പോൾ അതിൻ്റെ വില നോക്കിക്കോ. അപ്പോൾ പിന്നെ മറ്റ് സാധനങ്ങളുടെ വിലയോ? എന്നിട്ട് സാധാരണക്കാരൻ്റെ ആഹാര സാധനമായ ഭക്ഷ്യസാധനമായ ഗോതമ്പും വിലയ്ക്കും യവത്തിന് ഈ വില. എന്നാൽ 2 സാധനത്തിന് വിലയ്ക്ക് ഇത്രയും കൂട്ടാൻ പാടില്ല. ഒന്ന് എണ്ണയും മറ്റൊന്ന് ബീഞ്ഞും. ഇത് രണ്ടും പാലസ്തീൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ എണ്ണ ഒലിവെണ്ണ, വീഞ്ഞ് മുന്തിരി. അപ്പോൾ ഒലിവും മുന്തിരി ഒരു വലിയ ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവയ്ക്കൊക്കെ കേടുപാടുകളും നാശവും ഒക്കെ സംഭവിക്കാം. എന്നാലും സാധാരണക്കാരൻ ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭക്ഷ്യ ദൗർബല്യം സംഭവിക്കുമ്പോൾ തന്നെ മേൽത്തട്ട് ആളുകളുടെ ആഹാര സാധനത്തിന് എന്ത് വരുത്തിയും കൂടാ, കുറവ് വരുത്തിയും കൂടാ. അപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു നോക്കണേ മനുഷ്യൻ്റെ ജീവിത അവസ്ഥ എന്ന് പറയുന്നത്. ഒരു പരിധിവരെ ഒരു തരം ഇടനിലക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യൻ ചെല്ലും. അപ്പോൾ ഈ അതായത് ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ട് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ചില ക്ഷാമകാലത്ത് മനുഷ്യരെ എന്ത് ചെയ്തെന്നറിയാമോ? പുഴുങ്ങി തിന്നേണ്ടതായ ഗതികേട് വന്നു. ആളുകൾ തന്നെ തിന്നുക. മഹാപീഡന കാലത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ക്ഷാമം. ഇനി നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഒരു ക്ഷാമം വരുന്നതിന് മുമ്പേ കർത്താവ് മത്തായി 24-ാം അധ്യായത്തിൽ പ്രവചിച്ചു പറഞ്ഞു. ഒലിവുമലയിൽ ഇരിക്കുമ്പോഴേ ശിഷ്യന്മാരൊന്ന് ചോദിച്ചില്ലേ, നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളമെന്ന് പറഞ്ഞു തരണം. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത് ഭംഗിയായി ഈ തത്ത പറയുന്ന പോലെ ഓരോന്നായിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് യുദ്ധവും യുദ്ധശ്രുതിയും. നിങ്ങൾ കേൾക്കും. ക്ഷാമവും പിന്നെ ഭൂകമ്പവും അവിടെ ഉണ്ടാകും എന്ന് മത്തായി 24-ൽ പറഞ്ഞത് എന്തെന്നറിയാമോ? അത് ഈ മഹാപീഡന കാലത്തെ സംഭവമാണ്. അതാണ് സാധാരണ ദൈവദാസന്മാർ പറയും, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 1-ാം ഭാഗത്തിന് ഈ പറഞ്ഞ അടയാളങ്ങളൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 2-ാം ഭാഗം, അതായത് മഹത്വ പ്രത്യക്ഷതയുടെ അടയാളമാണ് മത്തായി 24-ലും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അതിവിടെ നടക്കുന്നത് കണ്ടോ? അല്ലാതെ ഇന്ന് ക്ഷാമമുണ്ട്, അത് സാമ്പിളാണ്. നടക്കാൻ പോകുന്ന ക്ഷാമത്തിൻ്റെ, ഭൂകമ്പത്തിൻ്റെ, ചോരച്ചൊരിച്ചലിൻ്റെ സാമ്പിൾ എന്ന് പറയില്ലേ, അതാണിപ്പോൾ നടക്കുന്നത്. അല്ല, ഇതല്ല അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് കാണുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടത് ഇതിലും വലിയതായ അത്തരം കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന, ഒരു വിരൽ ചൂണ്ടിയാണത്. എന്തോ ഒരു കാലം. ആട്ടെ, ഞാനിവിടെ തൽക്കാലം നിർത്താമെന്ന് വിചാരിക്കുന്നു. അടുത്ത കുതിരയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു വലിയ ഭയങ്കരമായ ക്ഷാമം. ഈ ക്ഷാമത്തെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും വചനങ്ങളുമുണ്ട്. 1-2 കാര്യങ്ങൾ ആ ബന്ധത്തിൽ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. യെഹെസ്കേൽ പ്രവചനം
4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഇങ്ങനെ അളന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമെന്ന് പണ്ടേ യെഹെസ്കേൽ പറഞ്ഞതാ. യെഹെസ്കേൽ 4:17 വായിച്ച്. യെഹെസ്കേൽ 4:17 കുറച്ച് വായിക്കാമോ? അപ്പവും വെള്ളവും മുട്ടിപ്പോകേണ്ടതിന് പിന്നെ ഒടിച്ചു കളയും. എന്നിട്ട് അവർ തൂക്കപ്രകാരവും പേടിയോടെയും ഓഹ് കഷ്ടം. തൂക്കപ്രകാരം ഇതാ തൂക്കി കൊടുക്കുക. തൂക്കപ്രകാരം അപ്പം തിന്നുമെന്ന് പ്രവാചകൻ യെഹെസ്കേൽ പറഞ്ഞതുപോലെ അന്തിക്രിസ്തുവിന്റെ കാലത്ത് ആഹാരം തൂക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ അങ്ങനെയാണല്ലോ. ഇപ്പൊ എല്ലാം തൂക്കമാണല്ലോ അല്ലയോ. ചിക്കൻ 1/2 കിലോ വേണോ, 1 കിലോ വേണോ, 1/4 കിലോ വേണോ? ഇത് പച്ച ചിക്കൻ്റെ കാര്യമല്ല പറഞ്ഞത്, പാകം ചെയ്ത ചിക്കൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. തൂക്കമാണ്. ഒരു കാലത്ത് ഇതൊന്നും നമ്മുടെ സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ല. പഴമക്കാർക്ക് അറിയാം. ഇന്നെല്ലാം തൂക്കി കൊടുക്കുക, തൂക്കപ്രകാരം. പിന്നെ അതും അന്ന് അവനെ അത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം പേടിയാണ്. അന്ത്യക്രിസ്തുവിൻ്റെ കരാള കരങ്ങൾ ക്രൂരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം പ്രാണന് ഭയം. ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ തന്നെ ആഹാരത്തിൻ്റെ ദൗർബല്യത, കിട്ടത്തില്ല. ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു കാലമാണ്. അതാണ് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ കേട്ടത്. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടകാലം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. എല്ലാവർക്കും ഈ വചന പഠനം പ്രയോജനകരമായി തീരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചതിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.